പറയുന്നുണ്ട്, ഒരൊറ്റ നിസ്കാരം ഒരാൾ ഖളാക്കിയാൽ ആ നിസ്കാരം ഖളാഉ വീട്ടിയാൽ തന്നെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ, നമ്മളെ മക്കളെ നിസ്കാരം നമ്മൾ കളയാറില്ലേ? ഗർഭത്തിൽ പ്രസവിച്ചതിന്റെ പേരിൽ ആ കുട്ടിയുടെ നിസ്കാരം നിങ്ങൾ ഉപദേശിച്ച് കളഞ്ഞിട്ടുണ്ടോ? ഒരു നിസ്കാരത്തിനു പകരം എത്രയാണ്? 50,000 കൊല്ലം നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ ഖളാ വീട്ടിയാലോ? ഖളാ വീട്ടിയാലുള്ള കണക്കാ പറഞ്ഞു. ഖളാ വീട്ടിയാൽ തന്നെ 50,000 കൊല്ലം കടക്കണം. അല്ലാഹു തആല മാപ്പ് തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ ഉസ്താദേ, കുമ്പിട്ടാൽ കുനിഞ്ഞാൽ തുന്നുപൊട്ടൂലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? എന്നാൽ അതിനൊക്കെ ഇസ്ലാം നിയമം പറഞ്ഞിട്ടില്ലേ? കുനിയാൻ പറ്റൂലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? ഇസ്ലാം നിയമം പറഞ്ഞിട്ടുണ്ട്. നിൽക്കാൻ പറ്റൂലേ? എന്ത് ചെയ്യണം? ഇരിക്കാൻ പറ്റൂലേ? എന്ത് ചെയ്യണം? നിനക്ക് കടന്നിട്ട് ഒന്ന് ചെരിയാൻ പറ്റൂലേ? എന്തു ചെയ്യണം? വുളു എടുക്കാൻ പറ്റൂലേ? നനയാൻ പറ്റൂലേ? എന്തു ചെയ്യണം? നിഫാസ് കഴിഞ്ഞു, പക്ഷെ കുളിക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്യണം? എല്ലാത്തിനും ഇസ്ലാം നിയമം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? കുനിഞ്ഞാ തുന്നുപൊട്ടുന്ന് പേടിച്ചിട്ടാണോ? നീ കുനിയണ്ട, നിസ്കരിക്കാൻ വഴികളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിൽ കടക്കുന്നില്ല. നീ കുനിയണ്ട, നിനക്ക് നിൽക്കാൻ പറ്റൂല എന്നാ നിൽക്കണ്ട, അല്ലെങ്കിൽ നേരെ ഇരിക്കാൻ പറ്റൂല, ഇരുന്ന് നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നാ കിടന്നോ, ചെരിയാൻ പറ്റൂല, മലർന്നു കിടന്നോ, നനയാൻ പറ്റൂല, നീ തയമ്മൂം ചെയ്തോ. പരിഹാര മാർഗങ്ങൾ പലതും ഉണ്ട്. പക്ഷേ ഒരൊറ്റ ഉമ്മമാരും, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തി പോകരുത്. അള്ളാഹു നമുക്ക് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് മാപ്പ് തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഒരു നിസ്കാരത്തിന് 50,000 കൊല്ലം അള്ളാന്റെ കത്തിയാവുന്ന നരകത്തിൽ കടക്കണമെങ്കിൽ ഉമ്മമാരെ ഒന്ന് കൂട്ടി നോക്കി, നിങ്ങൾ എത്ര കൊല്ലം കിടക്കേണ്ടി വരും? യാ റബ്ബ് യാ അല്ലാഹ്, പടച്ച നമുക്കൊക്കെ മാപ്പ് തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹു നമുക്ക് രക്ഷപ്പെടുത്തി തരും. ഖളാ ആയ നിസ്കാരം ഇനി എന്ത് ചെയ്യും? ഖളാ വീട്ടിയിട്ട് അല്ലാഹുവിനോട് കരഞ്ഞു പറയാ, പടച്ചോനെ എനിക്ക് നിസ്കാരം ഖളായി പോയിട്ടുണ്ട്, എന്നെ നീ 50,000 കൊല്ലം പോയി ഒരു ചെറിയ സെക്കൻഡ് പോലും കടക്കാൻ കഴിയൂല അല്ലാഹ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് കരഞ്ഞു പറഞ്ഞാൽ നമ്മളെ റബ്ബ് ഗഫൂറ, നമ്മളെ റബ്ബ് റഹീമ, ആ റബ്ബ് നമ്മളെ കൈയൊഴിയൂല. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ചർച്ചയിലേക്ക് പോകുന്നില്ല. Download Moj.